ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമുക്കിന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ യൂട്യൂബ് എല്ലാം തുറന്നാൽ ഇപ്പോൾ കാണുന്നത് കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ വിളക്ക് വെക്കുന്ന ഒരു പൂജയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെനിക്ക് നമ്മുടെ ജാതി, അതായത് നമ്മുടെ ഇസ്ലാമിൽപ്പെട്ട ഒരാൾ, ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അയാൾ പകൽ നോമ്പെടുത്ത് നോമ്പ് തുറന്ന് പിന്നെ രാത്രി ഈ ദേവീക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ വിളക്ക് വെക്കാൻ പോവുക. അതൊക്കെ എന്ത് അതായത് നമ്മുടെ മതത്തെയും കളിയാക്കുന്നു, അതേപോലെ ഹിന്ദു മതത്തെയും കളിയാക്കുന്നു. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിൽ ഞാനൊക്കെ പണ്ട് മുതലേ ഹിന്ദുസിൻ്റെ കൂടെയൊക്കെ കളിച്ചു വളർന്നതാണ്. അപ്പോൾ അവരുടെ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും പുണ്യമേറിയൊരു സ്ഥലമാണ്. നമുക്ക് നമ്മുടെ മക്ക, അതുപോലെ നമ്മൾ ഹജ്ജ് ഉംറ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പോകുമ്പോൾ നമുക്കത് അത്രയും പുണ്യമുള്ള സ്ഥലമാണ്. അതേപോലെ തന്നെയാണ് ഹിന്ദുസിനും. അവരുടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയ്ക്കും പുണ്യമുള്ള സ്ഥലമാണ്. അവിടെ കയറിയിട്ട് ഒരു മുസ്ലിമായ ഒരാൾ അവിടെ കയറാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. പണ്ടൊക്കെ ഹിന്ദുസിൻ്റെ കല്യാണം എന്ന് പറഞ്ഞാൽ അവർ അമ്പലത്തിൽ വെച്ച് താലി കെട്ടും. ആ സമയത്ത് നമ്മൾ മുസ്ലിംസിനെ അവിടെ അകത്തേക്ക് കയറ്റില്ല, നമ്മളോട് പുറത്ത് നിൽക്കാൻ പറയുക ചെയ്യുക. എന്നിട്ട് പിന്നെ അവരുടെ വീട്ടിലെ ഫംഗ്ഷനാണ് നമുക്കൊരു സദ്യ തരുന്നത്. ഇന്നതൊക്കെ മാറിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പകൽ നോമ്പെടുക്കുക, രാത്രി അമ്പലത്തിൽ പോയിട്ട് തൊഴുക, ഇതൊക്കെയാണോ ഇന്നത്തെ സമൂഹത്തിൽ? കേട്ടിട്ട് ചിരി തന്നെ വരുന്നു. നിങ്ങൾക്കൊക്കെ എന്താ തോന്നുന്നത്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ? ഒന്നുകിൽ മുസ്ലിമായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ ഹിന്ദു മതത്തിലോട്ട് പോവുക. ഇത് രണ്ടുമല്ലാതെ ഇത് അവർ ചെയ്യുന്ന പോലെ തന്നെ ആണും അല്ല പെണ്ണും അല്ല, ആ ഒരു രണ്ടിലും ന്യൂട്രലായിട്ട് നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു വിശ്വാസത്തിലും കാണിക്കുന്നത് ഹിന്ദു അല്ല മുസ്ലിമും അല്ല, രണ്ടിലും കെട്ടതാണ്. പിന്നെ നോമ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിസ്കരിക്കാതെ നോമ്പ് നോറ്റിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ വെറുതെ പട്ടിണി കിടക്കുക എന്നല്ലാതെ ഒരു കാര്യവുമില്ല എന്നൊക്കെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്.